ഹലോ മുത്തോണികളെ. അപ്പോ ഇന്ന് ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എങ്കിലും ഞാൻ എനിക്കെന്തോ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി താമസിച്ച് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വീഡിയോ ആണ് എന്ന് നിങ്ങൾക്കറിയാമോ മുത്തുമണിക്കളെ? നമ്മുടെ ഷാജിദ ഷാജി, ഷെരീഫ് മണ്ണാർക്കാട്, അറിയായിരിക്കുമോ? ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഷെരീഫിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഷാജിദ ഷാജി വരികയും അവിടെ ഭയങ്കര കോളിളക്കം സൃഷ്ടിക്കുകയും പിന്നെ അവരുടെ ഉമ്മാനെയും പിന്നെ ഭാര്യനെയും രണ്ട് പറക്കമുറ്റാത്ത പൊടി കുഞ്ഞുങ്ങളെ വരെ വേശ്യ എന്ന് അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്ത നമ്മുടെ ഷാജിദ ഷാജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഷാജിദനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളിൽ ഒരാളാണ് ഞാനും കേട്ടോ. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അതായത് 5 മക്കളെ പോറ്റി വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. 5 ആൺകുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് അതിലേറെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് ഒരൊറ്റ സ്ത്രീ ആയിട്ട് നിന്നുകൊണ്ട് ആ 5 കുട്ടികളെ പോറ്റി വളർത്തുന്ന അവരോട് എനിക്ക് ബഹുമാനമല്ല. ബഹുമാനം നമുക്കൊരു മനുഷ്യന്റെ അടുത്ത് തോന്നണമെങ്കിൽ അവര് കഠിനാധ്വാനം ചെയ്ത് അവരുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. അവരുടെ മക്കൾക്ക് ഒരു റോൾ മോഡൽ ആയിക്കൊണ്ട് വളരെ കഠിനാധ്വാനം, ആരെ ആശ്രയിക്കാതെ മറ്റുള്ളവരോടൊന്നും കൈനീട്ടാതെ അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും. ഇവരോട് എനിക്ക് തോന്നുന്നത് ബഹുമാനമൊന്നുമില്ല. പണ്ടൊരു ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നൊരു വിഷയവുമായിട്ട് രംഗത്ത് വരികയും ഒരുപാട് ആളുകൾ ഇവരെ നെഞ്ചിൽ ഏറ്റുകയും ഇവരുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുകയും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരുപാട്, നമുക്കറിയാം നമ്മുടെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് യത്തീം മക്കൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ്. പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതായത് യത്തീം മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ആലിംഗനം ചെയ്യരുത് നിങ്ങൾ എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ മതത്തിലിരിക്കുന്ന, ആ മതത്തെ പിൻപറ്റുന്ന ഒരു ജനവിഭാഗം ഇവരെ നെഞ്ചേറ്റി എന്നുള്ളതാണ്. ഈ 5 കുട്ടികളെയും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താവ് ഒന്നിച്ചിട്ടുള്ള സന്തോഷകരമായ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ വളർച്ച, അവരുടെ സന്തോഷങ്ങളൊക്കെ നമുക്കെടുത്ത് പുറത്തിടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഫാമിലി ലൈഫ് നമ്മൾ പുറത്തിടാതിരിക്കുക എന്നുള്ളതാണ്. കച്ചവടത്തിന് വെക്കാതിരിക്കുക. കച്ചവടത്തിന് വെച്ച് കഴിഞ്ഞാൽ അത് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന, മാറ്റി വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിനുണ്ട്. അപ്പൊ പിന്നീട് നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ട സാധനത്തിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അന്നേരം നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വീഡിയോ ആണ് ഞാൻ എനിക്ക് ഇവരോട് സഹതാപമാണ് എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ ഇവരെ റിയാക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി നടക്കുന്നു, മനഃപൂർവ്വം മാറി നടക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ അവരുടേത് എന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മനഃപൂർവ്വം മാറി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്തിനാണെന്ന് അറിയാമോ? മതത്തിനെ വിൽക്കുമ്പോൾ, ഒരുവന്റെ വിശ്വാസത്തിനെ വിൽക്കുമ്പോൾ, ഈ വിശ്വാസത്തെ വിൽക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷെ എനിക്ക് അതും ഷാജിദയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എന്തോ അവരെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സ് വരാറില്ല. പക്ഷെ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യാതെ പോയാൽ അത് ശരിയല്ല. നമ്മൾ കണ്ണിൽ കാണുന്നത് നമ്മൾ പറയണം, അത് സത്യമാണെങ്കിൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മൾ കാഫറുകളിൽ പെട്ടുപോകും. അപ്പോ എന്താണ് ഞാൻ ഒരുപാട് മുഖവരയിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഷാജിദ ഷാജി, ഷെരീഫ് മണ്ണാർക്കാടിന് ഈ നോമ്പിന്റെ സമയത്ത്
നോമ്പിന്റെ സമയത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ് ക്ഷമ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പിന്നെ പൊരുത്തം ചോദിക്കലും പൊരുത്തം വാങ്ങലും ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഷെരീഫിന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകും, സ്വാഭാവികമാണ്. നമ്മൾ നമ്മുടെ ഇണയെ അത്യധികം സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറാണ് എങ്കിൽ, നമ്മുടെ മക്കളെ നമ്മൾ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരു പാരന്റ് ആണ് എങ്കിൽ, ഒരിക്കലും നമ്മുടെ മക്കളെ പറയുന്ന, നമ്മുടെ ഉമ്മാനെ പറയുന്ന, നമ്മുടെ ഭാര്യയെ പറയുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ പറയുന്ന ഒരാളോട് നമുക്ക് ക്ഷമിക്കാൻ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഇനി എങ്ങനെ എന്തെന്ന് പറഞ്ഞാലും ശരിയല്ല, വളരെ വൾഗറായിട്ട് വേശ്യയല്ലേ നിന്റെ പൊടി മക്കളടക്കം വേശ്യയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളോട് നമുക്ക് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ഭയങ്കര പറ്റില്ല. അത് പറ്റില്ല, സ്വാഭാവികമാണ്, അത് പറ്റില്ല. അപ്പൊ ഈ പുള്ളിക്കാരനെ നോമ്പിന്റെ സമയത്ത് ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അല്ലേ ഷെരീഫെ എന്ന് പറഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ ബാക്കിൽ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുന്ന അതിലുണ്ട്. പുള്ളിക്കാരന് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ തന്റെ മക്കളെ അത്രയേറെ സ്നേഹിക്കുന്നത് ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വലിയ വാല്യൂ നൽകുന്നതായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉമ്മേനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഷാജിദയുടെ ഉമ്മേനെ തെറി വിളിക്കുമ്പോ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് ഇയാൾ വന്നത്. അപ്പോ ആ പുള്ളിക്കാരന് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരന്റെ ചാനൽ വഴി ഞാൻ ഷാജിദയോട് ക്ഷമിച്ചു എന്ന് പറയാത്തത്. പിന്നെ അതിനുശേഷം ആ പുള്ളിക്കാരൻ ഒരു കാര്യം ലൈവിൽ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ പറഞ്ഞു ഇനി ആ പുള്ളിക്കാരിനെ കുറിച്ച് റിയാക്ട് ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരം സ്ത്രീകളോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? മക്കളെ ഓർത്തിട്ട് മാത്രമാണ്. അതായത് മക്കളുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടുന്നത്. ഇപ്പൊ എന്റെ വീഡിയോയുടെ താഴെ ആയിരുന്നാലും ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നത് വിട്ടുകളഞ്ഞേരെ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആവട്ടെ, വിട്ടുകളഞ്ഞേ, നിങ്ങൾക്ക് എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് എനിക്ക് വേറൊരു വിഷയത്തിന് പോകണം, ഞാൻ അപ്പോൾ പറയാം. അപ്പോ ആ ഒരു കാര്യം കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഷെരീഫിന്റെ ചാനലിൽ ഷാജിദയുടെ ഫോട്ടോ കാണുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതൊന്നും പറ്റി, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തമൊക്കെ ചോദിച്ച് അങ്ങോട്ട് വാങ്ങുകയും ഇങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇവര് ദോസ്തുക്കളായതല്ലേ, പിന്നെന്ത് പറ്റി? ദോസ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവര് തമ്മില് വിഷയങ്ങൾ പറഞ്ഞു തീർത്തതല്ലേ, എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കിയപ്പോ സംഭവം ഒരു കമന്റ് ആണ് വിഷയം എന്നുള്ളതാണ് സംഭവം. നമ്മൾ ഒരാളോട് ക്ഷമിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം കംപ്ലീറ്റ് നമ്മൾ നോർമൽ ആക്കണം. നോർമൽ മീൻസ് ആ ഭാഗം നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ ഷാജിദയ്ക്ക് പറ്റിയ തെറ്റ്, ഷാജിദ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പൊരുത്തം ചോദിച്ചു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ സാധനം എന്താണ്? ഉണ്ട്, പക മാറില്ല. ഈ ചില ആളുകൾ പറയും ചില വ്യക്തികൾ നന്നാവില്ല, അതായത് നീട്ടിയ കരങ്ങളും വ്യഭിചരിച്ച സാധനവും ഒരിക്കലും നന്നാവില്ല. അവർക്കൊന്നിൽ അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അവരുടെ കൈ എപ്പോഴും നീട്ടി തന്നെയാണ് ഉണ്ടാവുള്ളൂ. അവർക്ക് എപ്പോഴും വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, അവർക്ക് ഇനി എന്തൊക്കെ കിട്ടിയാലും അവരുടെ ടെൻഡൻസി എന്ന് പറയുന്നത് വ്യഭിചാരത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ഇത്തരം സ്ത്രീകളുടെ വിഷയം എടുക്കുമ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഇവരുടെ കൈ നീണ്ടും തന്നെയാണ്. ഇവർ വിചരിച്ച് ശീലമുള്ളവരും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും നന്നാവാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിഷയമാണ് സംഭവം. ഷെരീഫിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഷെരീഫ് വിമർശിക്കുന്ന ഒരാളിൽ പെട്ടതാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഭാര്യനെ ഉപേക്ഷിച്ച് പുള്ളിക്കാരന്റെ 2 പറക്കമുറ്റാത്ത കുഞ്ഞു മക്കളെ
കൊണ്ട് ഗൾഫിൽ പോയി, സൗദിയിലാണെന്ന് തോന്നുന്നു, സൗദിയിൽ താമസിക്കുന്നു. ഈ കുട്ടികളെ പരിപാലിക്കുന്നതും കുട്ടികളെ കൊണ്ട് നടക്കുന്നതും ഒക്കെ അയാൾ വീഡിയോ ഇടുന്നു. ആ ഒരു രീതിയിൽ അയാളുടെ വീഡിയോകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഷാജിദയ്ക്ക് സപ്പോർട്ടുമായിട്ട് അയാൾ രംഗത്ത് വരുന്നു. ഷാജിദയെ വിമർശിക്കുന്ന ഷെരീഫിനെതിരെയാണ് ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോ പിന്നീട് നമുക്കും കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഈ പാർട്ടി എന്ന് പറയുന്ന പുള്ളിക്കാരന് ഷാജിദയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഷാജിദയ്ക്ക് കോണ്ടാക്ട് ഉള്ള പുരുഷന്മാരെന്ന് പറയുന്നത് എല്ലാവരും തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്, ഭാര്യമാരുമായിട്ട് വിഷയങ്ങളുള്ള പുരുഷന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോ സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം പറഞ്ഞു നിർത്തി നോമ്പിന്റെ സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പൊരുത്തവും പൊരുത്ത കച്ചവടവും എല്ലാം ചെയ്തു കഴിഞ്ഞ് പുള്ളിക്കാരി, ഈ ഫാത്തി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഷെരീഫിന്റെ ഭാര്യയെയും ഉമ്മയെയും രണ്ട് പറക്കമുറ്റാത്ത പൈത മക്കളെയും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ പോലും അപമാനിക്കുന്ന കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കമന്റ് അല്ല വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിയുടെ വീഡിയോയുടെ താഴെ നമ്മൾ ഷാജിയുടെ കമന്റ് ആര് കാണുന്നു? ഷെരീഫ് കാണുന്നു. ഷെരീഫിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഷെരീഫും ഈ പുള്ളിക്കാരിയോട് ക്ഷമിച്ചതല്ല, മറിച്ച് ഉമ്മ പറഞ്ഞതുകൊണ്ട്, ഭാര്യ പറഞ്ഞതുകൊണ്ട്, ആ മക്കളുമായി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിട്ടുകൊടുക്കലായിരുന്നു ഷെരീഫ് ചെയ്തിരുന്നത്. പക്ഷെ ഷെരീഫിന്റെ ഭാര്യയെയും ഉമ്മയെയും മക്കളെയും തെറി വിളിക്കുന്ന, കണ്ണ് പൊട്ടുന്ന തെറി വിളിക്കുന്ന ഈ പുള്ളിക്കാരന്റെ വീഡിയോയ്ക്ക് താഴെ ഷാജിദയുടെ കമന്റ്, നിങ്ങൾ പറയുന്നത് 100% ശരിയാണ് എന്ന് പറയുമ്പോൾ, എന്റെ ഷാജിദെ, നീ ചോദിച്ച പൊരുത്തത്തിനോ അവൻ തന്നു എന്ന് പറയുന്ന പൊരുത്തത്തിനോ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? എനിക്ക് ഈ കൂട്ടരോട് അതായത് ഈ മതത്തെ വിറ്റ് തിന്നുന്ന ഈ പെണ്ണുങ്ങളോട്, ഷാജിദ ഷാജി, പിന്നെ ഈ നജില, അതുപോലെ തന്നെ മറ്റൊരുപാട് സ്ത്രീകളുണ്ട് കേട്ടാ. അതായത് മതത്തെ വിറ്റുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം ആളുകൾ എന്ന് പറയുന്നത് സ്വന്തമായി കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു തരത്തിലും തയ്യാറാവാത്തവരും, എന്നാൽ അവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് പടച്ചവനോട് തേടുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പടച്ചവനോട് തേടുക. പക്ഷെ ഇവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട്, ഇവരുടെ വീടിന് വേണ്ടി, ഇവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവരുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? വിശ്വാസത്തെ വിൽക്കുകയാണ്, അവരുടെ മതത്തെ വിൽക്കുകയാണ്. ഇത്തരം ആളുകൾ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മതത്തെ വിറ്റ് തിന്നുന്ന ഒരു സമൂഹം, സ്ത്രീകളെ ഭയന്നുകൊണ്ട് ഓടുന്ന പുരുഷന്മാർ, ഇതൊക്കെ അന്ത്യകാലത്തിന്റെ സൂചനകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ നമ്മുടെ ഷാജിദ ഒരിക്കലും നന്നാവൂല എന്ന് പറയുന്നത് പോലെ ഇപ്പോ വന്നിരുന്ന വീഡിയോകളിൽ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു വീടിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികം. വാടക വീട്ടിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വാരിക്കെട്ടി നടക്കുക എന്ന് പറയുന്നത്, ഒരു വീട് ഫുള്ള് തൂക്കിക്കൊണ്ടു പോവുക. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സർവത്ര സാധനങ്ങളും നമ്മൾ തൂക്കിക്കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോവുക, പറിച്ചു നടുക. ഒരു മരത്തെ പറിച്ചു നടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഭയങ്കരമായ അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുകയും പെറ്റുമ്മാനെ പോലും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഷാജിദ വളരെ പെട്ടെന്ന് ഭയങ്കര നന്മയുള്ള ഒരു സ്ത്രീയായി മാറുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും എല്ലാവരോടും പൊരുത്തം ചോദിക്കുകയും ചെയ്യുന്ന ഷാജിദയുടെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ പൊതുസമൂഹത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പൊതുസമൂഹം എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അറിവ് ഷാജിദയ്ക്ക് എപ്പോ വന്നോ, ഷാജിദ അപ്പൊ മുതൽ അഭിനയിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ആ അഭിനയം വളരെ നന്നായിട്ട് നടക്കുമ്പോൾ പടച്ച തമ്പുരാൻ ഇട്ടുകൊടുത്ത ഒരു തെളിവാണത്. അതായത് നമ്മുടെ ഫാത്തി, ഈ ഫാത്തി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണാനും നിൽക്കില്ല.
നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം തന്നെ സത്യമല്ല. നിങ്ങളോട് ഈ പൊതുജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ജനങ്ങൾ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം സത്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഉഡായിപ്പ് ഉമ്മ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഞാൻ വ്യഭിചരിക്കുന്നത് കണ്ടോ? ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് ആളെ കയറ്റുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പിന്നെ എങ്ങനെ നിങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് കണ്ണുകൊണ്ട് കാണാത്ത ആ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കേണ്ട, ഞാൻ അങ്ങനെ ആളെ കയറ്റിയിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടോ ഇവർ ഈ പറയുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് എന്ന്? നിങ്ങൾ കാണുന്നുണ്ടോ ഇവർ ഈ പറയുന്ന രീതിയിൽ മക്കളെ സ്നേഹിക്കുന്നവരാണ് എന്ന്? പടച്ചു തമ്പുരാൻ ഓരോ തെളിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിടും. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും മറ്റുള്ള മക്കളെ പറയില്ല, മറ്റുള്ള മക്കളെ അവിഹിത സന്തതി ആക്കില്ല. അപ്പൊ നിങ്ങൾ പറയും, നീ പിന്നെ ഉമ്മയുടെ കുഞ്ഞിന് അവിഹിത സന്തതി എന്ന് വിളിച്ചില്ല. അത് അവിഹിത സന്തതി തന്നെയാണ്. ഉള്ള കാര്യം നമുക്ക് ഉള്ളതുപോലെ പറയണമല്ലോ. ഈ ഉമ്മ ഒരു ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കുന്ന എനിക്ക് എന്റെ സുഹൃത്തിനെ കാമുകനാക്കി തന്ന മഹതിയാണ്. അപ്പൊ അതെനിക്ക് പറയേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? ഞാൻ ഭയങ്കര നന്മയുള്ളവള് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമികപരമായി അവർ നിക്കാഹ് കഴിച്ചിട്ടില്ല. അവരുടെ കട്ടിലിന്റെ അടിയിൽ വെച്ചാണ് അയാളെ പിടികൂടുന്നത്. അങ്ങനെ കട്ടിലിന്റെ അടിയിൽ വെച്ച് അയാളെ പിടികൂടുമ്പോൾ അതും പെറ്റുമ്മയാണ് പിടികൂടുന്നത്. പെറ്റുമ്മയും സ്വന്തം ഉപ്പയും കൂടി ചേർന്നിട്ടാണ് ആ മനുഷ്യനെ, ഇവളുടെ കാമുകനെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടികൂടുന്നത്. ഈ പിടികൂടുമ്പോ അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഇത് ഇസ്ലാമികപരമായി തെറ്റാണ്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് അന്യപുരുഷനാണ്. അന്യപുരുഷന്റെ ബാക്കിലെന്നല്ല, ഇനി വായിലെന്നല്ല, കണ്ണിലെന്നല്ല, മൂക്കിലെന്നല്ല, എവിടെ നിന്ന് ബ്ലഡ് വന്നാലും അത് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, ഇവർ രണ്ടുപേരാണ് നോക്കേണ്ടത്. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ യൂട്യൂബർ ആയിട്ടുള്ള ഉഡായിപ്പ് ഉമ്മയല്ല. ആ പുള്ളിക്കാരന്റെ ബാക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കൊണ്ട് പുള്ളിക്കാരനെ വിളിച്ച് വീട്ടിൽ കയറ്റി എന്നാണ് പറയുന്നത്. പലതവണ പല കാര്യങ്ങളാണ്, പല സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് എങ്കിലും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മളെ ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ട്. ഒരു സ്ത്രീയുടെ നേരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നു എങ്കിൽ 4 സാക്ഷികൾ വേണം. ആ 4 സാക്ഷികൾ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവള് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ അവളെ പിന്നെ അവിഹിതം പറഞ്ഞു എന്നാണ്. എവിടെ എപ്പോ ഞാൻ പറഞ്ഞു എന്നാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു റബ്ബർ കാർഡ് കഥയാണ് ആ പുള്ളിക്കാരി എടുത്ത് പൊന്തിച്ച് മുകളിൽ കൊണ്ടുവരുന്നത് എങ്കിൽ അവിടെ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എന്റെ സ്ഥിരം എന്നെ വീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം. അവിടെ എന്താണ് ഞാൻ പറഞ്ഞത്. എന്നെയും എന്റെ സുഹൃത്തിനെയും ചേർത്ത് കഥയുണ്ടാക്കി തുടങ്ങിയപ്പോൾ അവിടെ നിനക്ക് കിട്ടിയിരിക്കുന്ന വോയിസുകളൊക്കെയും തന്നെ തന്ന മനുഷ്യൻ, തന്ന വൃത്തികെട്ട ജന്തു എന്നോടും പറഞ്ഞിരുന്നു നിന്നെ കുറിച്ച് ഒരു അവിഹിത കഥ റബ്ബർ കാട്ടിൽ നടന്നതായിട്ട് പറയണം എന്ന്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അപ്പോ ഇങ്ങോട്ട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ ഈ ഉഡായിപ്പ് ഉമ്മയുടെ അടുത്ത് വരും. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഫാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മാന്റെ കാൽപാദത്തിൽ സ്വർഗം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഉമ്മാനെ നീ പറയുമ്പോൾ നിന്റെ ഉമ്മയുടെ ശരീരഭാഗത്തെ നീ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ഈ പുള്ളിക്കാരൻ നാളെ ഇനി എന്നെ തെറി വിളിച്ചേക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഷെരീഫിന്റെ വാ അടയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം ആളുകൾ എന്ന് പറയുന്നത് ഒരു തരം ക്രിമിനൽ ആക്ടിവിറ്റി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഭയങ്കര പാവം പറയുകയും ഭയങ്കരമായി അഭിനയിച്ച് തകർക്കുകയും ചെയ്യുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ക്രിമിനലുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഷാജിദ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. നജിലയുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീടിനും കാട്ടിനും പിന്നെ അന്തനും കുന്തിനും എല്ലാം കടന്ന് ആളുകളുടെ അടുത്ത് കൈനീട്ടുന്ന ഏതൊരു വ്യക്തിയുടെ കാര്യം എടുത്താലും അവര് വീഡിയോയിൽ കാണിക്കുന്ന മുഖമല്ല അവർക്ക് വീഡിയോയുടെ പിറകുവശത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവരുടെ പരിസരങ്ങൾ നിങ്ങൾ ഒന്ന് പോയി അന്വേഷിക്കുക. നമുക്കറിയാം, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീകൾ ഒറ്റപ്പെടുന്ന സമയത്ത് ആ സമൂഹം ഒന്നിച്ചു ചേരും.
ഞാൻ എന്റെ നാട്, ഈ എന്റെ ഭീമാപള്ളി എന്ന് പറയുന്നത് എന്റെ സ്വന്തം നാട് പോലും അല്ല. എന്റെ ഹസ്ബൻഡിന് ഇതുപോലൊരു വിഷയം വന്ന സമയത്ത് എന്റെ നാട് ഒന്നിച്ചാണ് എന്റെ കൂടെ നിന്നത്, എന്റെ മഹൽ ഒന്നിച്ചാണ് എന്റെ കൂടെ നിന്നത്. ഒരു സ്ത്രീ കുറച്ച് മക്കളുമായിട്ട് അവരൊറ്റപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മഹൽ, അവരുടെ സമൂഹം അവരെ ചേർത്ത് പിടിക്കും. എന്തുകൊണ്ട് ഈ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നില്ല? ഇവരെന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരു ഭിക്ഷ തെണ്ടാനുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്കില്ല. ജനങ്ങൾ ഇത്രയും പൊട്ടരാകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഇത്രയും ജനങ്ങൾ പൊട്ടരാകുമോ? അപ്പോ ഈ ഫാത്തി ആ ഷെരീഫിന്റെ ഉമ്മാനെ തെറി വിളിക്കുന്ന പോർഷൻ ഉണ്ട്. ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. ഒരിക്കലും ഒരു പുരുഷനും താങ്ങുന്നതല്ല, ഒരു പുരുഷനും അംഗീകരിക്കുന്നതല്ല സ്വന്തം ഭാര്യയെ ഈ പുള്ളിക്കാരൻ കളിക്കുമത്ര. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ പോലും എത്രത്തോളം അപമാനത്തോടു കൂടിയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. കളി, അതൊരു ഗെയിം എന്നാണ് പറയുന്നത്. ഗെയിം, അതൊരു ഗെയിം. നിന്റെ ഭാര്യയെ ഞാൻ ഗെയിം. ശരിക്കും പുള്ളിക്കാരന്റെ പല്ലടിച്ച് താഴെ ഇടേണ്ട വിഷയമാണ്. ഷെരീഫ് അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഷാജിദ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഷെരീഫ് ഒന്നും ചെയ്യാതിരുന്നത് പുള്ളിക്കാരി പെണ്ണായത് കൊണ്ടാണ്. പിന്നെ മക്കളെ ആലോചിച്ചിട്ടും കൂടിയൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ പുള്ളിക്കാരനെ വെറുതെ വിടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും, എനിക്ക് തോന്നുന്നു ഈ ഷെരീഫിന്റെ കുട്ടികളെ ഇത്തരത്തിൽ പറയുന്ന ഈ പുള്ളിക്കാരന്റെ കൂടെയാണ് ഈ പുള്ളിക്കാരന്റെ മകളുള്ളത്. ആ കുട്ടി എത്രത്തോളം സേഫ് ആണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംശയം തോന്നിപ്പോയി. ഞാൻ പെട്ടെന്ന് ഈ കുട്ടിയുടെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് ഈ ഫാത്തി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഷെരീഫിന്റെ കുഞ്ഞിനെ പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇയാളുടെ മോളെ തന്നെ അടുത്ത വീഡിയോയിൽ അയാളുടെ മോളുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ ഷോർട്സ് എങ്ങാണ്ടുണ്ട്. എന്റെ ഹൃദയം തകർന്നു പോയി എന്നുള്ളതാണ്. കാരണം ആ കുട്ടി സേഫ് അല്ല. അത്രയും വൾഗറായിട്ട് ഇതൊരു ഇമോഷനാണ്. നമ്മുടെ സെക്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇണയുമായി സ്നേഹം പങ്കുവെക്കുക, ആ ഒരു ഇമോഷൻ, ആ ഒരു വികാരത്തെ ഇത്രത്തോളം വൾഗറായിട്ട് സംസാരിക്കണമെങ്കിൽ അയാളുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇനി അത് മാത്രമല്ല, ഏതോ ഒരു സ്ത്രീ വോയിസ് ഇട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരൻ ഇത്രയേറെ വയലന്റ് ആകുന്നത്. ഈ വയലന്റ് ആകുന്ന സമയത്തും മറ്റൊരുത്തന്റെ ഭാര്യയെ കളിക്കും എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ചിന്തിക്കുന്നില്ല, ആണ് എന്നുള്ള രീതിയിൽ വളരെ ഫെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ പേഴ്സൺ എന്ന് പറയുന്നത്. സ്വന്തം ഭാര്യയെ പോലും സമീപിക്കാൻ സാധിക്കാത്ത ഈ പുള്ളിക്കാരൻ ആണിന്റെ കൂടെ ജീവിക്കുന്ന, ഉപ്പാന്റെ സംരക്ഷണമുള്ള, ഭർത്താവിന്റെ സംരക്ഷണമുള്ള, ഭർത്താവിന്റെ കുടുംബക്കാരുടെ സംരക്ഷണമുള്ള, ഭർത്താവിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ സംരക്ഷണമുള്ള ഈ പുള്ളിക്കാരന്റെ ഭാര്യയോട് മോശം കാര്യം ചെയ്യുമെന്നാണ്. ശരിക്ക് നിയമത്തിന്റെ മുന്നിൽ ഇവനെ പറയാനായിട്ട് പറ്റുന്നില്ല. ഈ പുള്ളിക്കാരനെ നല്ല രീതിയിൽ ഇവരെ വീട്ടുകാര് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സത്യത്തില് ഷെരീഫ് ഇവന്റെ കളവുകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരന്റ്സിനെ പറയുക, ഭാര്യയെ പറയുക. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമാണ് ഷെരീഫിന് പ്രഷർ ഉണ്ടാവും. എവിടെ നിന്നുണ്ടാവും? സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവും, ഭാര്യയിൽ നിന്നുണ്ടാവും. മക്കള് പറയാനുള്ള ഒരു പ്രായമില്ല, ഭാര്യയുടെ ഫാമിലിയിൽ നിന്നുണ്ടാവും. അവർക്കൊക്കെ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മളെ എപ്പോഴും ഒരു റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ വീഴ്ത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ബന്ധങ്ങളിൽ കയറി പിടിക്കുക. അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ അല്ലുടായിപ്പുമ്മ ചെയ്തത്. എന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്റെ സുഹൃത്തുക്കളിലും എന്റെ ഭർത്താവിലും എന്റെ ഉമ്മാലും ഒക്കെയാണ് പാഞ്ഞു കയറിയത്. പിന്നെ അത് ഞാൻ പിന്നെ പറയാം. അപ്പോ ഈ ഒരു വിഷയം ജനങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്ന് സംസാരിച്ചതാണ്. അപ്പൊ ഒരിക്കലും നീട്ടിയ കൈയും ഇതും ഒന്നും ഒരിക്കലും നന്നാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ജനങ്ങളെ, നിങ്ങൾ വിഡ്ഢികളാവാതിരിക്കുക. ഇവറ്റകളോട് പോയി ജോലി ചെയ്ത് ജീവിച്ചോളാൻ വേണ്ടിയിട്ട് പറയുക. അല്ലെങ്കിൽ തന്നെ ഈ ഷാജിദ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ മൂത്ത മകനൊക്കെ ഒരു കുടുംബം പോറ്റാനുള്ള പ്രായമായി. എന്റെ വല്യമ്മയുടെ മകൻ 12ാമത്തെ വയസ്സ് മുതൽ ജോലി ചെയ്യുന്നതാണ്.
ഈ 12-ാമത്തെ വയസ്സിൽ അവൻ എവിടെയാണ് ജോലി ചെയ്തതെന്നറിയാമോ? എയർപോർട്ടിനകത്ത് കല്ലും മണ്ണും ചുമന്ന് അവൻ പഠിച്ചു. അവന്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം, എന്റെ വല്യമ്മയുടെ മകൻ, അവന്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവൻ എയർപോർട്ടിനകത്ത് പോയി കല്ലും മണലും ചുമന്ന് അവൻ പഠിച്ചു. 12 വയസ്സൊക്കെ മതി ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ആൺകുട്ടികളാണ്, എവിടെ പോയാലും ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പോറ്റി 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 ഇവരെ ഒരു വലിയ ക്രിമിനൽ ആക്കി മാറ്റാതെ അവരെ ജീവിക്കാൻ വിടുക എന്നുള്ളതാണ്. സ്വന്തമായി ജീവിക്കാൻ വിടുക. അല്ലാതെ അയ്യോ കുഞ്ഞുകുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ പോറ്റാൻ ശ്രമിച്ചാൽ ഒരു സമൂഹത്തിന് വലിയ ക്രിമിനലുകളെ നിങ്ങൾ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഇവരെ നിങ്ങൾ പോറ്റി നിങ്ങൾ നന്നാക്കി നല്ല ഈമാനുള്ള മക്കളാക്കി തരുമെന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. അപ്പൊ നിങ്ങൾ സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഹദിയ ചെയ്യുന്ന പണം കൊണ്ട് നിങ്ങൾ ഒരു ക്രിമിനലിനെ വളർത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത്രേ ഉള്ളൂ.